മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം 2024 ഏപ്രിൽ 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള പൊതുവാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും സൂര്യനും മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശനിയും ചൊവ്വായും കുംഭം രാശിയിലും രാഹു ബുധൻ ശുക്രൻ എന്നീ 3 ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച മിഥുനം കർക്കടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ മേടം രാശിക്കാർക്ക് തിരക്കുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യത്തിലും ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ച സാമ്പത്തികപരമായി സമയം നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്. തടസ്സങ്ങൾ കാരണം മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുന്നതും അതിൽ ഒട്ടുമുക്കാലും പൂർണ്ണമാകുന്നതുമായിരിക്കും. സന്താനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ശുഭകരമായിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങളും കണ്ടെത്തുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില യാത്രകൾ ഈ ആഴ്ച ചെയ്യുന്നതാണ്. പൊതുവെ മേടം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. മാനസിക സമ്മർദ്ദങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത ചിന്തകൾ അകറ്റണം. വെറുതെ ഓരോ കാര്യത്തിനും ടെൻഷൻ എടുക്കാൻ പാടില്ല. കുടുംബത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടില്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും. വർക്ക് ലോഡ് കുറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം കുറയുന്നതും റിലാക്സ് ഫീൽ ചെയ്യുന്നതുമായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് ട്രാൻസ്ഫറോ എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്ക് ലഭിക്കുകയോ ഇതൊന്നുമല്ലെങ്കിൽ ജോബ് ചേഞ്ച് ഒക്കെ ആകാം. ഈ പരിവർത്തനം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളും നൽകുന്നതായിരിക്കും. കുടുംബത്ത് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ആഴ്ച വാഹനം ഓടിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണപാനീയങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ അല്പം കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും പിന്നീടത് കുറേശ്ശെ കുറയുവാൻ തുടങ്ങുന്നതുമായിരിക്കും. നേരത്തെ ചെയ്ത അധ്വാനത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. കുടുംബത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും.
സാമ്പത്തികപരമായ സ്ഥിതികൾ സാമാന്യമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച വളരെ ജോലി തിരക്കിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അലച്ചിലും മറ്റും ഉണ്ടാകുന്നതാണ്. നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ മേൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഇതിൽ ടെൻഷൻ എടുക്കാതെ ധൈര്യപൂർവവും ശാന്തതയോടെയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെയെല്ലാം തരണം ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അതുപോലെ ക്രോധത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം. ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കരിയറിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. കന്നിരാശിക്കാർക്ക് കരിയർ സംബന്ധമായി അനുകൂല സമയമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. നേത്ര സംബന്ധമായോ ഉദര സംബന്ധമായോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. അടുത്ത ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും. സാമ്പത്തിക സ്ഥിതികളിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഈ ആഴ്ച ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരാണ്. തുലാം രാശിക്കാരുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ചയിൽ പൂർണ്ണമാകുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതായിരിക്കും. കരിയറിൽ പുതിയ ചാൻസുകൾ കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് ലാഭപ്രദമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കുമെങ്കിലും ആഴ്ചയുടെ അവസാന സമയത്ത് വാഹനങ്ങളും മറ്റും ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും. പ്രത്യേകിച്ചും ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെയും തൊഴിലുകൾ ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ നിന്നും മറ്റുമുള്ള വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതാണ്. പുതിയ വാഹനവും വാങ്ങാൻ യോഗം കാണുന്നുണ്ട്. ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഒന്നിലധികം സോഴ്സിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. കുടുംബത്തും എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവം ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ധനുരാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനാപകടത്തിലോ മൃഗങ്ങൾ കാരണമോ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എന്ത് ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് ഉത്തമമായിരിക്കും.
സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും സ്ഥിതികൾ അനുകൂലമായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കുന്നതുമായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗം കാണുന്നുണ്ട്. ധനുരാശിക്കാർ ഈ ആഴ്ച ആരോഗ്യ സംബന്ധമായി പ്രീകോഷൻ എടുക്കുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ്. കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ടെൻഷനെല്ലാം മാറി മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുമെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ കഴിയുന്നതുമായിരിക്കും. പണമിടപാടുകൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റുകൾ നന്നായി ശ്രദ്ധിക്കണം. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പുരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ വ്യാപാരി വ്യവസായികൾക്കും വളരെ അനുകൂല സമയമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ പ്രതീക്ഷിച്ചതിലും അധികം നല്ലതാകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതായിരിക്കും. അതിൽ മിക്കവാറും കാര്യങ്ങൾ പൂർണ്ണമാകുന്നതുമായിരിക്കും. ഈ ആഴ്ച ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. കുടുംബത്ത് അനാവശ്യമായ വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രമിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ പൈസ, ബാഗ്, മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ഈ ആഴ്ച മീനം രാശിക്കാരുടെ കരിയറിൽ പരിവർത്തനത്തിൻ്റെ യോഗം കാണുന്നുണ്ട്. ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലവുമായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ചില അനാവശ്യ ചിന്തകൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതകളുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല. ചില സുഹൃത്തുക്കൾ കാരണം സാമ്പത്തിക ലാഭങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. പൊതുവെ പറയുകയാണെങ്കിൽ കരിയർ, ബിസിനസ്, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.